പ്രധാനമന്ത്രി 10:15 ഇവിടെ എത്തിയത്. അതിനുശേഷം അദ്ദേഹം ആദ്യം ഗോശാല കൃഷ്ണനിൽ ദർശനം നടത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ മീനൂട്ട് കഴിക്കുകയുണ്ടായി. മീനൂട്ടിന് ശേഷം ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുകയും അദ്ദേഹത്തിന്റെ പേരിൽ 2 പുഷ്പാഞ്ജലി, പുരുഷസൂക്തം പുഷ്പാഞ്ജലിയും അഷ്ടോത്തരം പുഷ്പാഞ്ജലിയും രണ്ടും നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ശ്രീകോവിൽ ദർശനം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി അയ്യപ്പ ക്ഷേത്രവും സന്ദർശിക്കുകയും അതിനുശേഷം ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് അവരുടെ വിവിധ കൾച്ചറൽ പ്രോഗ്രാംസ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും വേദിക് ചാൻഡിങ്, അത് തൃശ്ശൂരിലെ ബ്രഹ്മസം മഠത്തിലെ കുട്ടികളാണ്, 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് വേദിക് ചാൻഡിങ് നടത്തിയത്. ഏകദേശം 10 മിനിറ്റോളം വേദിക് ചാൻഡിങ് നടത്തി. അതിനുശേഷം തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന്റെ പാരായണം, അത് കഴിഞ്ഞ് ഭജന, ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ മുഴുവൻ പ്രോഗ്രാമും അദ്ദേഹം അത് കാണുകയും അതിനുശേഷം ഈ ഇതിൽ പങ്കെടുത്ത കലാകാരന്മാരെയും അതുപോലെ തന്നെ ഭക്തന്മാരെയും എല്ലാവരെയും അദ്ദേഹം അനുമോദിക്കുകയും അവർക്ക് പുരസ്കാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ക്ഷേത്രത്തിലെ തന്ത്രിയെ അദ്ദേഹം ആദരിക്കുകയും അതുപോലെ തന്നെ തന്ത്രിയിൽ നിന്ന് അദ്ദേഹം ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെയധികം പ്രതീക്ഷ തരുന്നതാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത്. എന്തെങ്കിലും ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഉന്നയിച്ചിരുന്നോ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ? നമ്മൾക്ക് നേരത്തെ തന്നെ തൃപ്രയാർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ തൃപ്രയാർ ക്ഷേത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു മേൽനോട്ടം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ അതിൽ വളരെയധികം നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈവൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് പോലും ഇതിലുള്ള പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നമുക്ക് ആ രീതിയിൽ ഏറ്റെടുത്ത് നടത്താൻ കഴിയാതെ വരുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിൽ സമഗ്രമായിട്ടുള്ള രീതിയിൽ ക്ഷേത്രത്തെ നമുക്ക് പുനരുദ്ധരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ടൂറിസം പിൽഗ്രിം സെന്റർ, അവർക്ക് താമസിക്കാനുള്ളതും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ളതും പ്രാഥമിക ആവശ്യങ്ങൾക്കും വലിയ പാർക്കിംഗ് സെന്ററൊക്കെ ആയിട്ടുള്ള രീതിയിൽ, പ്രയർ ഹാളുകളൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് പിൽഗ്രിം സെന്റർ, അതും ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ ഈ ഒരു മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ പ്ലാൻ അത് നടപ്പിലാക്കേണ്ട കാര്യം, അത് പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നമുക്ക്, അല്ലെങ്കിൽ ഒരു മെമ്മോറാണ്ടം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സന്ദർശനത്തിൽ തൃപ്രയാർ ക്ഷേത്രത്തിന് സമഗ്രമായിട്ടുള്ള ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കഴിയുന്നത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ക്ഷേത്രം തന്ത്രി ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ ദർശനം നടത്തിയെന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അതിൽ ക്ഷേത്രം തന്ത്രി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. അതിൽ പക്ഷെ പ്രധാനമന്ത്രിയുടെ തീരുമാനമല്ലേ, അത് തന്ത്രി ക്ഷണിച്ചുകൊണ്ടതാവാം. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായാണ്, പ്രത്യേകിച്ച് രാമക്ഷേത്രമായതുകൊണ്ട് അതിന്റെ സന്ദർശനവുമാകും. അല്ല, ഇതിനൊരു വളരെ യുണീക്കായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഐതിഹ്യമായാലും ശരി, അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന്. അപ്പോൾ അതിൽ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ അത് പ്രത്യേകിച്ച് ഈ ഒരു സന്ദർശനത്തോടുകൂടി അത് കൂടുതൽ അതിന്റെ പ്രശസ്തി വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.